തിരുവനന്തപുരം BSNL സൊസൈറ്റി തട്ടിപ്പിലും അന്വേഷണം ആരംഭിച്ച് ED. ഈ കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിന് ED കത്ത് നൽകി. കേസിലെ പ്രതികളുടെ ഉൾപ്പെടെ വിവരങ്ങൾ തേടിയാണ് ED കത്ത് നൽകിയത്. തിരുവനന്തപുരം BSNL എഞ്ചിനീയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോടികളുടെ തട്ടിപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേസിന്റെ വിശദാംശങ്ങൾ തേടി ED സംസ്ഥാന സർക്കാരിന് കത്തയച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ വിലയിരുത്തിയ തുക, കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ വിവരങ്ങൾ, ബഡ്സ് ആക്ട് ചുമത്തിയതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് ED അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക്സ് ഓഫൻസ് വിംഗ് ആണ് കേസ് അന്വേഷിക്കുന്നത്. 400 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. വിവിധ പരാതികളിലായി 1076 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കേസിൽ കുറ്റപത്രവും സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ ബഡ്സ് ആക്ട് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി എടുത്ത നിലപാടിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് 131 ഭൂമി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും ഉൾപ്പെടെ 21 പേരെയാണ് ആദ്യ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വകമാറ്റി പ്രതികൾ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും ഭൂമിയും വാഹനങ്ങളും വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കരുവന്നൂരിനും കണ്ടലയ്ക്കും പിന്നാലെയാണ് മറ്റൊരു സർവീസ് സഹകരണ സംഘം തട്ടിപ്പ് കേസിലും ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. BSNL സർവീസ് സൊസൈറ്റി സംഘം തട്ടിപ്പ് കേസിൽ ബഡ്സ് ആക്ട് ചുമത്തിയതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ED അന്വേഷണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.